പ്രസവ ശുശ്രൂഷ തേടിയെത്തുന്നവരെ കണ്ണൂരിലേക്കോ തലശ്ശേരിയിലേക്കോ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കോ പറഞ്ഞയക്കേണ്ട ഗതികേടിലാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി. അനസ്തെറ്റിസ്റ്റ് ഇല്ലാതായതോടെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയാണ്. മുൻപ് വർക്ക് അറേഞ്ച്മെന്റ് വഴിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തെറ്റിസ്റ്റിനെ ഇതുവരെ ലഭിച്ചിരുന്നത്. നിലവിലുണ്ടായിരുന്ന ഡോക്ടർ ഉപരിപഠനത്തിനായി പോയതോടെയാണ് ഗൈനക്കോളജി വിഭാഗത്തിലെ പ്രവർത്തനം താളം തെറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. ഗൈനക്കോളജി വിഭാഗത്തിൽ 3 ഡോക്ടർമാർ ഉണ്ടായിരുന്നു. ഇതിൽ ഒരാൾ സ്ഥലം മാറിപ്പോയി. പ്രസവത്തിനായി പ്രവേശിപ്പിക്കാൻ എത്തുന്നവരെ ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കും അയക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. പേരാവൂർ മേഖലയിൽ ഒരു ആശ്രയ കേന്ദ്രമായിരിക്കുന്ന പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി വളരെയധികം കഷ്ടത്തിലായിരിക്കുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഉണ്ടായിരുന്ന അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഉപരിപഠനത്തിന് പോയതോടുകൂടി പേരാവൂർ മേഖലയിൽ, അതായത് പേരാവൂർ ബ്ലോക്കിന് കീഴിൽ വരുന്ന 7 പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ആർളം ഫാം ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി. നിരവധിയായിട്ടുള്ള പ്രസവ ശുശ്രൂഷകൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. അതേപോലെ തന്നെ മറ്റ് സർജറികൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടെയാണ് വർക്ക് അറേഞ്ച്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു അനസ്തേഷ്യ വിഭാഗത്തിലെ ഒരു ഡോക്ടർ ഉപരിപഠനത്തിന് പോയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അനസ്തേഷ്യ നടക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ പ്രസവ ശുശ്രൂഷകളും അതുപോലുള്ള സർജറികളും നടക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു തസ്തിക പോലും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നതാണ്. നിത്യേന നിരവധിയായ OP, 1000-ലധികം OP ഉള്ള ഒരു ആശുപത്രിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്. നമ്മുടെ പേരാവൂരിൻ്റെ ബഹുമാനായ MLA നിരവധി തവണ ഇത് ആരോഗ്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് പോലും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ വിഭാഗത്തിൽ ഒരു ഡോക്ടറെ പോലും നിയമിക്കുവാൻ വേണ്ടിയിട്ട് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമായ ഒരു കാര്യമാണ്. അടിയന്തരമായി ആരോഗ്യ വകുപ്പ് ഇടപെട്ടുകൊണ്ട്, സർക്കാർ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി 2 പേരെയെങ്കിലും, അനസ്തേഷ്യ വിഭാഗത്തിലെ 2 ഡോക്ടർമാരെയെങ്കിലും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ നിയമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത്രയ്ക്കധികം രോഗികൾ വന്നു ചേരുന്നുണ്ട് ഇവിടെ പ്രസവ ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു സർജറികൾക്കുമെല്ലാമായിട്ട്. നമുക്കറിയാം, പുതിയ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. തുടങ്ങി അവിടെ തന്നെ നിൽക്കുകയാണ്. മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതും ഒരു വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ്. നിരവധിയായ ആളുകൾ ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ ഒരു ആതുര ശുശ്രൂഷാലയം എന്നുള്ള നിലയ്ക്ക് പേരാവൂർ താലൂക്ക് ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരേണ്ട അത്യാവശ്യമായിട്ടുള്ള ഘടകമുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് കേരളം എന്ന് പറയുമ്പോഴും ഇതുപോലുള്ള താലൂക്ക് ആശുപത്രികളെ അവഗണിക്കുന്ന സർക്കാരിൻ്റെ നിലപാട് നിർബന്ധമായും തിരുത്തിയേ മതിയാകൂ. നമുക്കറിയാം, നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലും അനസ്തേഷ്യ വിഭാഗത്തിൽ ഡോക്ടർമാരില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നിന്നുള്ള മുഴുവൻ രോഗികളെയും കണ്ണൂരും അതുപോലെ തലശ്ശേരിയിലും, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കും ഒക്കെയാണ് പറഞ്ഞയക്കുന്നത്. ഇത്രയും ഒരു ദൂരം സഞ്ചരിച്ച് 56 കിലോമീറ്ററും 48 കിലോമീറ്ററും ഒക്കെ സഞ്ചരിച്ച് ഇവിടുന്നുള്ള രോഗികൾ അത്രയധികം ദൂരം എത്തിച്ചേരുന്നതിനുണ്ടാകുന്ന വളരെ ദുഷ്കരകരമായ കാര്യങ്ങളും കൂടി ആരോഗ്യ വകുപ്പ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ വിഭാഗത്തിന്റെ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 2 അനസ്തേഷ്യസ്റ്റിനെങ്കിലും നിയമിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിപ്പെട്ടിട്ടും ഇവിടെ അനസ്തറ്റിസ്റ്റ് തസ്തിക അനുവദിച്ചിരുന്നില്ല. ഇടയ്ക്ക് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകി ഇവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചിരുന്നു. എന്നാൽ സമീപകാലത്തായി പലപ്പോഴും അനസ്തറ്റിസ്റ്റിന്റെ സേവനം ലഭിക്കാതെ വന്നതോടെയാണ് സർജറി അടക്കമുള്ള പ്രസവ ശുശ്രൂഷകൾ മുടങ്ങിയത്. അടുത്തുള്ള ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലും അനസ്തറ്റിസ്റ്റ് ഇല്ല. 2ഇടത്തും അനസ്തറ്റിസ്റ്റിന്റെ തസ്തിക അനുവദിക്കണമെന്ന് സണ്ണി ജോസഫ് MLA നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിയമനത്തിന് ആരോഗ്യവകുപ്പ് തയ്യാറായില്ല. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 7 പഞ്ചായത്തുകളും ആറളം ഫാമും ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശത്തുള്ള സാധാരണക്കാരും ആദിവാസികളുമാണ് ഗർഭകാല ചികിത്സകൾക്കും ശുശ്രൂഷകൾക്കും വേണ്ടി
പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. സർജറി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു. പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഗൈനക്കോളജി വിഭാഗം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഡോക്ടർമാരെ നിയമിക്കാത്ത പക്ഷം ജനങ്ങൾ വലയും എന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ബൈലൈൻ ന്യൂസ്.